കൈപൊള്ളുമെന്ന് പറയുന്നത് പോലെ ഇപ്പോൾ സ്വർണത്തിൽ തൊട്ടാൽ കൈപൊള്ളുന്ന അവസ്ഥയാണ്. ദിനം തോറും റോക്കറ്റ് കുതിക്കുന്നത് പോലെ സ്വർണ്ണവില ഉയരുകയാണ്. വില കുറഞ്ഞുവെന്ന് ആശ്വസിക്കുമ്പോൾ തൊട്ടടുത്ത ദിവസം അതിനിരട്ടിയായി വർദ്ധിക്കും. കഴിഞ്ഞ 18 മാസത്തിനിടയിൽ ഞെട്ടിപ്പിക്കുന്ന മാറ്റങ്ങളാണ് സ്വർണ്ണനിരക്കിൽ സംഭവിച്ചിട്ടുള്ളത്. ഇതിനെല്ലാം കാരണമായി പറയുന്നത് ആഗോള വിപണിയിൽ ഉണ്ടാകുന്ന അനിശ്ചിതത്വവും ലോക ബാങ്കുകൾ സുരക്ഷിത നിക്ഷേപമെന്ന രീതിയിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതുമാണ്. US ഡോളറിന്റെ മൂല്യം കുറഞ്ഞതും പ്രാദേശികമായി സ്വർണത്തിന് ആവശ്യക്കാരേറിയതും സ്വർണ്ണവില ഉയരാൻ കാരണമായിട്ടുണ്ട്. കൂടാതെ ഭൗമരാഷ്ട്രീയ അനിശ്ചിതത്വം, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ഭീഷണികൾ, കേന്ദ്ര ബാങ്കുകളിൽ നിന്നുള്ള വർദ്ധിച്ച ആവശ്യകത, പണപ്പെരുപ്പം എന്നിവയാണ് സ്വർണ്ണവില കൂടാനുള്ള മറ്റു കാരണങ്ങൾ. എവിടെ നിന്നാണ് സ്വർണത്തിന് ഇത്ര ഡിമാൻഡ് കൂടി തുടങ്ങിയത്? സ്വർണത്തിന് എന്നും ഡിമാൻഡാണെങ്കിലും ഇത്ര വില വർദ്ധിക്കാൻ തുടങ്ങിയത് 2011-ലാണ്. അന്ന് 10 ഗ്രാം സ്വർണത്തിന്റെ വില 25,000 രൂപയായിരുന്നു. എന്നാൽ അത് 2020 ജൂലൈ ആയപ്പോഴേക്കും 10 ഗ്രാം സ്വർണത്തിന്റെ വില 50,000-ലേക്ക് എത്തി. അതായത് 108 മാസം കൊണ്ട് 25,000 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. അതുപോലെ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സ്വർണ്ണവില 75,000-ലെത്തിയിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതിയോ 10 ഗ്രാമിന് 80,000-ന് മുകളിൽ വില, ഒരു പവന് 64,000-ന് മുകളിലും. ഇതോടെ സ്വർണ്ണവില 1 ലക്ഷത്തിലെത്തുന്നത് വിദൂരമല്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. പല പ്രതിസന്ധികളിലും സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമായാണ് ലോകരാജ്യങ്ങൾ കണ്ടുവരുന്നത്. 2001-ലെ ഭീകരാക്രമണങ്ങളും 2008-ലെ സാമ്പത്തിക പ്രതിസന്ധികളും 2020-ലെ കോവിഡ് ദുരന്തം എന്നിവയിൽ നിന്നെല്ലാം രാജ്യങ്ങളെ സാമ്പത്തികപരമായി സഹായിച്ചത് സ്വർണ്ണ നിക്ഷേപമാണ്. അതുകൊണ്ട് തന്നെ സ്വർണത്തിൻ്റെ തട്ട് എന്നും ഉയർന്നു തന്നെ നിൽക്കും. കേന്ദ്ര ബാങ്കുകളിൽ നിന്നുള്ള സ്ഥിരമായ ഉയർന്ന ഡിമാൻഡ് സ്വർണ്ണവില 9% വരെ ഉയർത്തുമെന്ന് ഗോൾഡ്മാൻ സാച്ചിലെ വിശകലന വിദഗ്ധ ലിന തോമസ് പറയുന്നത്. കുറഞ്ഞ നിരക്കിൽ US പലിശ നിരക്ക് ഫെഡറൽ റിസർവ് പുതിയ പ്രവചനത്തേക്കാൾ കുറവായിരിക്കുമെന്നും അവർ വ്യക്തമാക്കുന്നു. സ്വർണ്ണവിലയിലുണ്ടായ വർധനവ് ഇന്ത്യയിലെ വിവാഹ സീസണുകളെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇനി സ്വർണ്ണവിലയിൽ എന്തും സംഭവിക്കാം. കണ്ടു തന്നെ അറിയണം, വില കൂടുമോ അതോ കുറയുമോ എന്ന്.